ഇവിടെ ഡാം തന്നെ ഒഴുകും. അതെ അതെ ഈ സമയത്ത് ആരും പുറത്തോട്ടിറങ്ങില്ല ഗൈസ്. എന്റെ മുഖമൊക്കെ ചുമന്നിട്ടുണ്ട് ഗൈസ്. ചൂടാണ് ഗൈസ്, ഭയങ്കര പൊള്ളാണ്, ചൂടാണ്. അല്ല, നിങ്ങൾ തിരിക്കുന്നുണ്ട് ഈ പിള്ളേർ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് വേറെ നല്ല ഹ്യൂമിഡിറ്റി ഇറങ്ങിക്കായിട്ടുള്ള ആഫ്റ്റർ എഫക്ട് കാര്യങ്ങളാണ് അവരിപ്പം പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഹ്യൂമിഡിറ്റി ആയിട്ട് ചായ കുടിക്കാൻ പോകണം. അതിന് മുമ്പായിട്ട് നമ്മളവിടെ കുറേ പൂച്ച നിൽക്കുന്നുണ്ട്. അപ്പം ഞാനും വെച്ചു അതിനെ നോക്കി നിന്നു. പിന്നെ ഈ കാരണം മണ്ടേ കയറിക്കുന്ന പൂച്ച കുറച്ച് അഹങ്കാരം കൂടുതൽ. അത് ഇവിടെ നിന്നിട്ട് ചാടി അതിൻ്റെ മണ്ടേ കയറിയിട്ട് അതിനകത്തൊന്നും കഥകളി കളിക്കുക. അങ്ങനെ അവിടെ ഇരിക്കണമെന്ന് അറിയത്തില്ല. പിന്നെ അങ്ങനെയൊക്കെ അവിടെ പിടിച്ചിരുന്നു. അങ്ങനെ നമ്മൾ പൂച്ചേനെ ഡാൻസ് ഒക്കെ നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് ചെയ്യുന്നു. പിന്നെ നമുക്കൊരു അനിയനോ അനിയത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കണം. ബിക്കോസ് അവർ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അച്ചു വീണ മുറിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തപ്പൂത്തത്തേക്ക് വന്നിട്ടുണ്ടായി. പിന്നെ നമ്മളെല്ലാം കൂടി ഫുഡൊക്കെ കഴിച്ചൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ചിട്ടൊന്ന് പുറത്തിറങ്ങിയിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം അങ്ങ് സ്വെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വിയർത്ത് കുളിച്ചെന്ന് തന്നെ പറയാം. പിന്നെ അച്ഛത്തപ്പൊടി എല്ലാവരുടെയും ഷൂസിൻ്റെ കളറും പറഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു. പിന്നെ ഈ ഓടി വരുന്ന ആൾക്ക് നമുക്ക് ജോബോണെന്ന് പേടിടാം. ബിക്കോസ് അത് കാണുന്നിടത്തൊക്കെ ചെന്നങ്ങ് വീഴുവന്നേ. പിന്നെ നിങ്ങൾക്ക് ഈ അച്ഛൻ്റെ ലുക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം ചൂട് ഹ്യൂമിഡിറ്റി ഇവിടെ ഉള്ളതെന്ന്. പിന്നെ ഞാനൊക്കെ ഭയങ്കര സ്റ്റൈലായിട്ടാണ് വന്നതുകൊണ്ട് തിരിച്ചു പോയപ്പോൾ ഒരു കോലം തന്നെ ആയിട്ടുണ്ടായി. പിന്നെ സ്പെക്സ് ഒക്കെ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഹ്യൂമിഡിറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ കണ്ണാടി ഫുൾ ഫോഗ് അടിക്കുന്നത്. അതായിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ബൈ.